വർഷ പ്രഗ്നന്റ് ലേഡിയാണ്. കൂടെ ഒരു സ്ത്രീ ഉണ്ടാകണം. ഓക്കെ, പെട്ടെന്ന് വേണം. ആരാണെന്ന് വെച്ചാൽ വിളിക്കൂ. ആ ശരി. ഒരു സ്ത്രീ വേണോ അത്രേ? പകലെനിക്ക് ഒരു സ്ത്രീയെ കൂലിക്കെങ്കിലും എടുക്കായിരുന്നു. ഈ പാതിരാത്രി ഞാൻ എവിടെ പോയി തപ്പാനാ? കൂനിമ്മ കുരു എന്ന് പറയുന്ന പോലെ ആയല്ലോ. അഡ്മിറ്റ് ആയത് വർഷയല്ലേ? അതെ, സിസ്റ്റർ വർഷ അറിയോ? വർഷയുടെ ചേച്ചി വന്ദനയെ നന്നായിട്ട് അറിയാം. ഞാനും വന്ദനയും കൂട്ടുകാരാ. സഹായത്തിന് ഒരു സ്ത്രീ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അവര് വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. എങ്കിൽ പിന്നെ വന്ദനയെ വിളിച്ചാ പോരെ? സാരമില്ല, ഞാൻ വിളിച്ചു പറയാം. വേണ്ട, സിസ്റ്റർ ഇവിടെ കൂട്ടിരിക്കാൻ ഒരു സ്ത്രീയെ കിട്ടൂ. ചോദിക്കുന്ന കാശ് കൊടുത്തേക്കാം. അങ്ങനെ ആരെയും കിട്ടുമെന്ന് തോന്നുന്നില്ല. അല്ല, വന്ദന വർഷയുടെ സ്വന്തം ചേച്ചിയല്ലേ? അവരെ വിളിക്കുന്നതല്ലേ നല്ലത്? ആരെങ്കിലും കൂട്ടിരിപ്പാരുണ്ടെങ്കിലും എല്ലാം നടക്കും. ഈ ആശുപത്രി തന്നെ വന്ദനയുടെ കൂട്ടുകാരി ഒരു നേഴ്സുണ്ട്. അവരെ വിളിച്ച് പറഞ്ഞിട്ടാ വർഷയും അച്ചമ്മയും അഡ്മിറ്റായെന്ന് അറിഞ്ഞത്. എന്തു പറ്റി? പുറത്തു നിന്ന് ഫോണിലൂടെ ഒരു കക്ഷിയായിട്ട് ഞാൻ ബിസിനസ് ഡീൽ സംസാരിക്കുമായിരുന്നു. പെട്ടെന്നാണ് മുത്തശ്ശിയുടെ നിലവിളി കേട്ടത്. ഞാൻ വന്ന് നോക്കുമ്പോ തറയിൽ ബോധം കെട്ടി കിടക്കുന്ന മുത്തശ്ശിയെ കണ്ടത്. മുത്തശ്ശി എടുത്ത് ഹോസ്പിറ്റലാക്കാൻ നോക്കിയപ്പോഴാണ് സ്റ്റെപ്പിന് താഴെ ബോധമറ്റ അവസ്ഥയിൽ വർഷയെ കണ്ടത്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. വിക്രമിനെ പോലുള്ള ഒരു ബിസിനസ്സുകാരന്റെ വീട്ടിൽ കയറി ഇത്തരം സാഹസം ചെയ്യാൻ പെട്ടെന്നാരും ധൈര്യപ്പെടില്ല. മോഷ്ടാക്കളൊന്നാവാനും സാധ്യതയില്ല. ആ സ്ഥിതിക്ക് എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. അച്ചമ്മയ്ക്കോ വന്ദനയ്ക്കോ ബോധം തെളിഞ്ഞാലേ എന്തെങ്കിലും ഒരു സൂചന കിട്ടുകയുള്ളൂ. ഞാൻ എന്തായാലും അച്ഛനൊന്ന് വിളിച്ച് വിവരം അറിയിക്കട്ടെ. മോളെ നോക്കൂ. ദേവി, എന്റെ വെളിപ്പുറത്തമ്മ, എന്റെ വർഷമോൾക്കും അച്ഛമ്മയ്ക്ക് ആപത്തൊന്നും വരുത്തല്ലേ. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കണേ എന്റെ ഭഗവതി.
മുത്തശ്ശിയും വർഷാനും ഇനി സംസാരിക്കില്ല അങ്കിളെ. സംസാരിക്കുമല്ലോ. മുത്തശ്ശി മോൾക്ക് ഇനിയും കുറെ കഥകൾ പറഞ്ഞുതരും. സംസാരിക്കാതെ ബാക്കി വെച്ച കുറെ കാര്യങ്ങളില്ലേ മോളെ, അവർ തിരിച്ചു വന്ന് അതൊക്കെ സംസാരിച്ചിരിക്കും. വർഷാനിയുടെ കുഞ്ഞാവ് ഇന്ന് വരോ? ആ, ഇന്ന് വരില്ല. കുറച്ച് നാളുകൾ കഴിഞ്ഞ് വർഷാന്തി ആശുപത്രിയിൽ വരും. അപ്പോൾ കുഞ്ഞുവാവിയും വരും. കുഞ്ഞാവയ്ക്ക് കൊടുക്കാൻ എനിക്കൊരു സമ്മാനം വാങ്ങി തരണം. പിന്നെന്താ, വാങ്ങിത്തരാമല്ലോ. വിക്രം, എന്താ ഇത്? ആരെങ്കിലും കാണും. വിക്രം.